ബികോം, BBA, MCOM, MBA പോലെയുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ മെയിനായിട്ട് രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെത്തേഡും. ഇതിൽ ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും, അതേപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും, മറ്റൊന്നെന്താണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്നും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻകംസ് അതേപോലെ എക്സ്പെൻസസ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യാഷ്, അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലവാകുന്ന പണം. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, അതേപോലെ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് റിഡംഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇഷ്യൂ ഓഫ് ലോണ്, റീപേയ്മെൻറ്റ് ഓഫ് ലോണ്, ഇതൊക്കെ വരുന്നതാണ് എന്ത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ രണ്ട് മെത്തേഡാണെന്ന് പറഞ്ഞു. ഒന്നെന്താണ് ഡയറക്റ്റ് മെത്തേഡും മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെത്തേഡുമാണ്. ഇവിടെ ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് മാത്രമേ ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ഫസ്റ്റ് നമ്മൾ കാണേണ്ടത്. അതിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് എന്നും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ് എന്നും രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ മാറ്റുന്നു. ഓക്കെ, ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്. ഇതിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റിൽ വരുന്നതാണ് ക്യാഷ് സെയിൽസ്, അതേപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, കമ്മീഷൻ ഫീസ് റിസീവ്ഡ്, റോയൽറ്റീസ് റിസീവ്ഡ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സിൽ വരുന്നതാണ് ക്യാഷ് പർച്ചേസ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇതൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അതിൽ നിന്നും ഇൻകം ടാക്സിനെ മൈനസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഇൻകം ടാക്സിനെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കിട്ടുന്നതാണ് ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് റിസീപ്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും അതേപോലെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഹെഡ് ഇത്രയുമാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഹെഡ് എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിൽ വരുന്ന എന്താണ്? സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. ഓക്കെ, then ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഇനി പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, അതേപോലെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനെയൊക്കെ ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് മൈനസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുന്നു, ലെസ് ചെയ്യേണ്ടത് ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്രം ഓർ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഇവിടെ കിട്ടുന്ന പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, മൈനസ് ആണെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ എന്ന് പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഹെഡാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇതിൽ വരുന്ന എന്താണ്? ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്സ്, ഇതെല്ലാം വരുന്നതാണ്. ഇതിനൊക്കെ ആഡാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് റീപേയ്മെൻറ്റ് ഓഫ് ലോണ്, അതേപോലെ റിഡംഷൻ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇതിനൊക്കെ ലെസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ടെങ്കിൽ അതിനെയും ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്രം ഓർ യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ ഓപ്പറേറ്റിങ്ങും രണ്ടാമത്തെ ഇൻവെസ്റ്റിങ്ങും മൂന്നാമത്തെ ഫിനാൻസിങ്ങും കൂടി കൂട്ടുന്നു. മൈനസ് ആണെങ്കിൽ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് വരും. ഇനി പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് വരും. അതിൻ്റെ കൂടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്ന ഓപ്പണിങ്ങിൽ വരുന്ന ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക് ഒക്കെ വരുമ്പോൾ അതിന് നമ്മൾ ആഡ് ചെയ്യുന്നു രണ്ടിനെയും. അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് അറ്റ് ദി എൻഡ് ആണ്. ഓക്കെ, ഇത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിലെ രണ്ടാമത്തെ വർഷത്തെ ക്യാഷിന് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിലാണ് ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്.
ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ ഡയറക്റ്റ് മെത്തേഡ്. ഇതിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അതേപോലെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, മാനുഫാക്ചറിങ് വേജസ്, ഔട്ട്സ്റ്റാൻഡിങ് കൂടെ തന്നിട്ടുണ്ട്, സാലറി പെയ്ഡ് അതിലും ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും തന്നിട്ടുണ്ട്, ഓഫീസ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ, ടാക്സ് പെയ്ഡ്, പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ് ഗുഡ് വിൽ, റിട്ടേൺ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, ദെൻ സെയിൽസ്, ഡിവിഡൻഡ് റിസീവ്ഡ്, കമ്മീഷൻ അക്രൂഡ്, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് മാത്രം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡിങ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമാണ് കൊടുക്കുന്നത്. നോർമലി എല്ലാം വരുന്നതാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റിനെ കൊടുക്കുന്നു. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാഷ് സെയിൽസ് മാത്രമാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ് വരുന്നത്. തന്നിരിക്കുന്ന 20,20,000 നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ക്യാഷ് സെയിൽസ് ആയിട്ട് എടുക്കുന്നു. ദെൻ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, അതായത് ക്യാഷ് പർച്ചേസിന് കാണിക്കുന്നു 15,50,000. ദെൻ ക്യാഷ് പെയ്ഡ് ഫോർ മാനുഫാക്ചറിങ് വേജസ് 2,20,000. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ്ങിന് നമ്മൾ എടുക്കൂല. ഓക്കെ, ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നുണ്ട് 30,000 എന്ന് ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി പെയ്ഡ് എത്രയാണോ 2,20,000 അത് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2,20,000 കാണിക്കുന്നു. അതേപോലെ സാലറിയുടെ കേസിലും നമ്മൾ പ്രീപെയ്ഡും ഔട്ട്സ്റ്റാൻഡിങ്ങും എന്ത് ചെയ്യൂല? കൺസിഡർ ചെയ്യൂല. നിലവിൽ ഈ വർഷത്തേത് മാത്രമാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ഇപ്പോൾ 1,10,000, ഓഫീസ് എക്സ്പെൻസ് 40,000, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 60,000. ഇപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 90,80,000 കിട്ടും. അപ്പോൾ ഈ 20,20,000 നിന്നും 90,80,000, അതായത് ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 40,000 എന്ന് കിട്ടും. ഈ കിട്ടുന്ന എന്താണ്? ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000. അതിനെ കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് 30,000 നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ മാത്രമാണ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡിലും മാറ്റം വരുന്നത് എന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഇൻവെസ്റ്റിങ്ങും അതേപോലെ ഫിനാൻസിങ് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് അതുകൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്